ഇന്നലെ കിടന്നപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ പീരിയഡ്സൊക്കെ എടുക്കാറാകുമ്പോൾ ഈ 40 കഴിയുന്നവർ പലരും ഇത് ഷെയർ ചെയ്യാറുണ്ട്, ഇങ്ങനെ തലവേദനയും പ്രശ്നങ്ങളും ഒരു ക്ഷീണവും ഒക്കെ ഉണ്ടെന്നൊക്കെ. എങ്കിലും രാവിലെ കുട്ടികളെ ഓർത്തപ്പോൾ എണീറ്റ് പോയി. അപ്പോൾ ഇന്ന് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചു. സെയിം ടൈം തന്നെ മുട്ട വേവിക്കാനായിട്ട് വെച്ചു. അതിലുള്ള പൊടികളായിട്ട് ഒരു 1.5 സ്പൂൺ ചെറിയ ടേബിൾ സ്പൂണിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ എടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ആദ്യം സവോള ഇട്ടു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പൊടികൾ, തക്കാളി എല്ലാം ഇട്ട് വരട്ടി. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവായി കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫാക്കി അത് തണുക്കാൻ വെക്കാം. പിന്നീട് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഈ സെയിം സമയം ഇടിയപ്പത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയായിക്കൊണ്ടിരുന്നപ്പോൾ മോൻ വന്നു. അപ്പോൾ അവൻ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഭയങ്കര പെർഫെക്ഷനൊക്കെ നോക്കാറില്ല. അവരെ ഇങ്ങനെ ഹെൽപ്പിനൊക്കെ വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കാറേ ഉള്ളൂ. അവൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു കേട്ടോ. അപ്പം നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന നമ്മുടെ മുട്ടക്കറിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് എണ്ണ ചൂടാക്കി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒന്ന് എണ്ണ തെളിയുന്നവരെ വരട്ടുക. അതിനുശേഷം മുട്ട ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം. അതിൻ്റെ അകത്ത് തന്നെ നട്ട്സ് അരച്ച് ചേർക്കാം, തേങ്ങാപ്പാൽ ചേർക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഈ ഗ്രേവി നമുക്ക് കുറച്ചും കൂടെ നീട്ടണമെങ്കിൽ നീട്ടാവുന്നതാണ്. 2-3 പ്രാവശ്യമൊക്കെ ഇടിയപ്പത്തിൻ്റെ കാര്യം ഞാൻ ഇച്ചിരി മടുത്തു തുടങ്ങി. അപ്പം ബാക്കി ഇരുന്ന പൊടിയിൽ കുറച്ച് ഇൻസ്റ്റൻറ്റ് ശർക്കരപ്പൊടിയും തേങ്ങയും ചേർത്ത് കോഴിക്കോട്ട ഉണ്ടാക്കി അതൊരു സൈഡിൽ കൂടെ വെന്ത് കിട്ടി. അപ്പോൾ ചായ ഉണ്ടാക്കി. അപ്പം ഏകദേശമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വട്ട് വെത്തിച്ച് കഴിഞ്ഞു. അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്തു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം കൂടെ, ഒരു മോർണിംഗും കൂടെ കഴിഞ്ഞ് കിട്ടിയൊരു സന്തോഷം നമുക്കുണ്ടായി. പലപ്പോഴും വയ്യായ്മകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ കുട്ടികൾ ഓർത്താണ് നമ്മൾ എണീറ്റ് പോകും.